ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ വഹബീബിനാ വസയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒമാൻ ഇസ്ലാഹി സെൻറ്റർ പ്രവർത്തകന്മാരെ, നേതാക്കന്മാരെ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ഹുസൈൻ മാസ്റ്റർ, അതുപോലെ തന്നെ പ്രിയങ്കരനായ ഷാജഹാൻ സാഹിബ് പൊന്നാനി, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ഏറ്റവും പ്രിയപ്പെട്ട പണ്ഡിതൻ പ്രൊഫസർ അബ്ദുൽ അലി മദനി, അതുപോലെ തന്നെ പ്രിയങ്കരനായ ജാബിർ മൗലവി, അങ്ങനെ നാം എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ ആധുനിക സമൂഹത്തിൽ ഇങ്ങനെയുള്ള മാധ്യമങ്ങൾക്ക് വലിയ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. നവമാധ്യമങ്ങൾ ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തകന്മാർ എന്നുള്ള നിലക്ക് നമ്മൾ ഇത്തരം മാധ്യമങ്ങളെ വളരെ ഫലപ്രദമായി, ഗുണപ്രദമായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം കേരള നദ്വത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവ എന്ന് പറയുന്ന മഹത്തായ ആദർശ പ്രസ്ഥാനമാണ്. തൗഹീദ്, അതിന് വമ്പിച്ച പ്രാധാന്യം കൊടുത്തുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംഘടന ലക്ഷ്യം വെക്കുന്നത്. നിങ്ങൾ നോക്കൂ, കേരള സമൂഹത്തിൽ വളരെയധികം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായിരുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളാണ് മുസ്ലിങ്ങൾ, പക്ഷേ ഖുർആനിനോട് അവർക്കൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പരിശുദ്ധ ഖുർആൻ സാധാരണ ജനങ്ങൾ പഠിക്കുകയോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയോ ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, അത് വിവരമുള്ള പണ്ഡിതന്മാർ എന്ന് ധരിക്കപ്പെടുന്ന ആളുകൾ പോലും പരിശുദ്ധ ഖുർആന് അത് കൃത്യമായിട്ട് അർത്ഥം പഠിക്കുകയോ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്തിരുന്നില്ല എന്ന് മാത്രമല്ല, പള്ളി ദർസുകളിൽ വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ അറബിക് ഗ്രാമർ, നഹ്വ് പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതായിട്ടാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ ചില ആയത്തുകളോ സൂറത്തുകളോ ഒക്കെ ആ കാലഘട്ടത്തിൽ മന്ത്രങ്ങൾ, അതുപോലെ തന്നെ ആ രൂപത്തിലൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. നിങ്ങൾ കേട്ട് കാണും പിഞ്ഞാണത്തിലെഴുത്ത് എന്നുള്ളത്. ഒരു സ്ത്രീ ഗർഭിണിയായി ആ പ്രസവ വേദന എടുക്കുന്ന സമയത്ത് പിഞ്ഞാണത്തിൽ ഖുർആൻ എഴുതി കലക്കി കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുടെ ഒരു ലോകമായിരുന്നു. ഖുർആനിൽ നിന്ന് അകന്ന ഒരു ജനതയായിരുന്നു കേരളത്തിലെ മുസ്ലിം സമൂഹം. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൽ ഏറ്റവും വലിയ പാപമാണല്ലോ ഷിർക്ക്. ഈ ഷിർക്കിൻ്റെ അഗാധ ഗർത്തത്തിലായിരുന്നു കേരളത്തിലെ മുസ്ലിം സമൂഹം. അവർ അല്ലാ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ അല്ലാ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഒരു രോഗമുണ്ടായാൽ, ഒരു വിഷമമുണ്ടായാൽ, ജീവിതത്തിൽ ഒരു ദുരിതം, ഒരു കഷ്ടപ്പാടുണ്ടായാൽ അവർ മുഹിയുദ്ദീൻ ഷെയ്ഖ്, അതുപോലെ തന്നെ മമ്പുറം തങ്ങളെ, അതുപോലെ തന്നെ ഓമാനൂർ ശുഹദാക്കളെ എന്നിങ്ങനെ വിളിച്ചു തേടുന്ന ഒരവസ്ഥയിലായിരുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തു യൂസുഫിലെ 106-ാമത്തെ വചനം, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിലധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രികൂൻ, ഷിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ എന്നുള്ളതാണ്. തീർച്ചയായും അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ ഈ വചനത്തിൽ പറയുന്നത് പോലെ ഒരു കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജനങ്ങൾ എന്തുണ്ടായാലും അള്ളാഹു അല്ലാത്തവരെ, അത് അമ്പിയാക്കളാകാം, ഔലിയാക്കളാകാം, മഹാത്മാക്കളാകാം, ശുഹദാക്കളാകാം, അവരെ വിളിച്ച് സഹായം തേടുക, ജാറത്തിങ്കിലേക്ക് നേർച്ച നേരുക. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് പേരിടാൻ വേണ്ടിയിട്ട് ജാറത്തിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് അവിടെ ജാറം മൂടും. അതുപോലെ വീട്ടിൽ സർപ്പം വരാതിരിക്കാൻ മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ കോഴിയെ നേർച്ചയാക്കുക, അങ്ങനെ ആടിനെ നേർച്ചയാക്കുക.
ആടിന് നേർച്ചയാക്കി ഒഴിഞ്ഞ് ഉള്ളാളത്തേക്ക് വിടുക, ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഇന്നും അത് പല ഭാഗങ്ങളിലുമുണ്ട്. നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ, പല കുടുംബങ്ങളും തമ്മിൽ പ്രശ്നങ്ങളാണ്, അവര് കച്ചറയാണ്. എന്നിട്ട് അവര് മന്ത്രവാദിയെ സമീപിക്കും. എത്രയോ മുസ്ലിയാക്കന്മാരും തങ്ങന്മാരും മന്ത്രവാദികളാണ്, അവരെ മാരണം ചെയ്യും. ഇസ്ലാമിൽ ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപം എന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇജ്തനിബു അസ്സബഅൽ മുബിഖാത്ത്, 7 മഹാപാപങ്ങൾ നിങ്ങൾ വെടിയുക. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വമാ ഹുന്ന യാ റസൂലല്ലാഹ്, ഏതാണ് ആ 7 മഹാപാപങ്ങൾ? ഖാല അശ്ശിർകു ബില്ലാഹ് വസ്സിഹ്റു, ഒന്ന് അല്ലാഹുവിൽ പങ്കു ചേർക്കുക, അടുത്തത് മാരണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മുസ്ലിയാക്കന്മാർ, തങ്ങന്മാർ, അതുപോലെ പണിക്കന്മാർ, ജ്യോത്സ്യന്മാർ, ഇവരൊക്കെ മന്ത്രവാദം, മാരണം, കൂടോത്രം, ആഭിചാരം ചെയ്യുമായിരുന്നു. എത്ര മുസ്ലിം കുടുംബത്തിലെ സഹോദരിമാരും അതുപോലെയുള്ള ആളുകളുമാണ് അങ്ങനെയുള്ള ക്ഷുദ്ര വിദ്യകൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് കുടുംബത്തിലെ തങ്ങളോട് ശത്രുത കാണിക്കുന്ന ആളുകളോട് പ്രതികാരം ചെയ്തിരുന്നതെന്നാണ്. ആ സമൂഹത്തിന് ആ കാലഘട്ടത്തിൽ നിർഭയത്വം ഉണ്ടായിരുന്നില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ മതമാണ്, നിർഭയത്വത്തിൻ്റെ മതമാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ കലിമത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് നിർഭയത്വമില്ലാതെ പോകുന്നു. എന്തുകൊണ്ടാണത്? അവരുടെ ജീവിതത്തിൽ ഷിർക്ക് കലർന്നത് കൊണ്ടാണ്, അവരുടെ വിശ്വാസത്തിൽ ബഹുദൈവ വിശ്വാസമുണ്ടായത് കൊണ്ടാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം 82-ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സത്യവിശ്വാസം സ്വീകരിക്കുകയും എന്നിട്ട് ആ സത്യവിശ്വാസത്തോട് അതിൽ വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവരുടെ ആ ഈമാനിനെ ലുൽമു കൊണ്ട് കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ. ലുൽമെന്ന് പറഞ്ഞാൽ ഷിർക്ക്. അപ്പോൾ ഈമാനുണ്ട്, പക്ഷേ ഷിർക്കും കൂടെ ഉണ്ടെങ്കിലോ ഉലൈക ലഹുമുൽ അംന്, അവർക്ക് ആ അംന് കിട്ടൂല. അംന് കിട്ടണമെങ്കിൽ, നിർഭയത്വം കിട്ടണമെങ്കിൽ, ഈമാനിൻ്റെ ആ ശരിയായ ഫലം കിട്ടണമെങ്കിൽ ജീവിതത്തിൽ ഷിർക്ക് കൂട്ടിക്കലർത്താതിരിക്കണം, ഷിർക്കിൽ നിന്ന് മുക്തമായ ജീവിതമായിരിക്കണം അവർക്കുണ്ടായിരിക്കേണ്ടത്. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്ക് നിർഭയത്വമുണ്ട്, അവർ സന്മാർഗം പ്രാപിച്ചിട്ടുള്ള ആളുകളാണ്. എന്താണ് ഈ മുസ്ലിം സമൂഹത്തിൽ നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ? ഒരു വഴിക്ക് പോകുമ്പോഴേക്ക് ഒരു പൂച്ച, അതൊരു കറുത്ത പൂച്ചയായാലോ, അല്ലെങ്കിൽ ഒരു നായയെ കണ്ടാലോ, അതല്ലെങ്കിൽ ഒരു ഹരിജൻ വിഭാഗത്തിൽ ഒരാളെ കണ്ടാലോ അവലക്ഷണമായി കാണുന്ന സമൂഹമായിരുന്നു. ഇന്നും ചില ആളുകളുണ്ട് നെഹസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല ദിവസങ്ങൾ പോലും നെഹസ് എന്ന് പറഞ്ഞിട്ട് അറഫാ ദിവസമൊക്കെ നെഹസ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ നന്മയിലേക്ക് നയിച്ചിട്ടുള്ളത് യഥാർത്ഥ ഖുർആനിൻ്റെ ആശയങ്ങളിലേക്കും സഹിയായ തിരുസുന്നത്തിൻ്റെ ആശയങ്ങളിലേക്കും നയിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ്. നമ്മുടെ ജനറൽ സെക്രട്ടറി CP ഉമർ സുല്ലമി നമുക്കറിയാം, എത്രയോ വാദപ്രതിവാദങ്ങളിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ്. എടത്തനാട്ടുകരയിലെ വെള്ളിയേഞ്ചേരി വാദപ്രതിവാദം, അങ്ങനെ എത്രയോ കൊട്ടപ്പുറം വാദപ്രതിവാദം, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള മഹാനായ പണ്ഡിതനാണ് CP ഉമർ സുല്ലമി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവ, അതിൻ്റെ ഒരു പോഷക ഘടകമാണ് ഒമാൻ ഇസ്ലാഹി സെൻറ്റർ, അതുപോലെ തന്നെ സൗദി, ഖത്തർ, കുവൈത്ത്, UAE, ബഹ്റൈൻ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തിന് പുറത്തുള്ള മറ്റ് നാടുകളിലുമൊക്കെ നമ്മുടെ സംഘടനാ സംവിധാനമുണ്ട്. സഹോദരങ്ങളെ, ഇന്നും ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ അടുത്ത് മങ്കൂസ് മൗലൂദിൽ ഇംഗ്ലീഷിൽ നബിയുടെ മദ്ഹാണെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ പാട്ട് പാടുക, നബിയോട് തവസ്സുലാക്കിക്കൊണ്ടും നബിയോട് സഹായം തേടിക്കൊണ്ടുമൊക്കെ ഷിർക്കൻ പാട്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മുടെ സമൂഹം വളർന്നിരിക്കുക. നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ ഒരു ദിവസം പത്രത്തിലൊരു വാർത്ത വന്നു, കേരളത്തിന് പുറത്തുള്ളൊരു സ്റ്റേറ്റിൽ നിന്നാണ്.
ആ മന്ത്രവാദി പറഞ്ഞു കൊടുത്തത് അത് കാരണം ഒരു കുട്ടിയെ കൊന്നതിൻ്റെ കരളെടുത്ത് അതിൻ്റെ ആ കരൾ കൊണ്ട് മാരണം നടത്തിയ സംഭവം. അപ്പോൾ നമ്മുടെ സമൂഹം വിദ്യാഭ്യാസപരമായിട്ട് ഒട്ടേറെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെ പടുകുഴിയിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സംവിധാനം എന്ന് പറയുന്നത് തൗഹീദിന് വേണ്ടി, സഹിഹായ തിരുസുന്നത്തിന് വേണ്ടി, അതാണ് സ്വർഗം നേടാൻ ഏക മാർഗം. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുക്തമായിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക. സഹോദരങ്ങളെ, അധികാരമുണ്ടായാൽ, അല്ലെങ്കിൽ സമ്പത്തുണ്ടായാൽ, വിദ്യാഭ്യാസമുണ്ടായാൽ അത് ഈ ഭൗതിക ലോകത്ത് പ്രയോജനപ്പെടും. പക്ഷേ ആഖിറത്തിൽ രക്ഷ വേണമെങ്കിൽ കറകളഞ്ഞ സത്യവിശ്വാസം വേണം. ആ സത്യവിശ്വാസം നമുക്കുണ്ടാക്കിയെടുക്കാൻ, ആ സത്യവിശ്വാസത്തിൽ പോരായ്മ വരാതിരിക്കുവാൻ, അതുപോലെ തന്നെ സൽക്കർമ്മത്തിൻ്റെ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുവാൻ, അതിനാണ് നമ്മൾ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഈ സംവിധാനത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. നമ്മളെല്ലാവരും ഒരു മാലയിൽ കോർത്ത മുത്തുമണികളാണ്. അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് ആദരിച്ച് അഭാവത്തിൽ ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. ഈ സംവിധാനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പരമകാരുണികനായ റബ്ബ് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.